നമസ്കാരം. കൊല്ലത്ത് 80-കാരിയായ ഭർത്തൃമാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സ്കൂൾ അധ്യാപികയായ മരുമകൾ മഞ്ജുമോൾ തോമസിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. തുടർന്ന് പ്രതിയായ മഞ്ജുമോളെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി റിമാൻഡ് ചെയ്തത്. മക്കളെ പരിചരിക്കാനായി ജാമ്യം വേണമെന്നായിരുന്നു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കോടതി ഇത് പരിഗണിച്ചില്ല. കൊല്ലം തേവലക്കരയിൽ വയോധികയെ അതിക്രൂരമായിട്ടാണ് മരുമകൾ അഞ്ജു മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയായ മഞ്ജുവിനെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയായിരുന്നു. ഇതിനിടെയാണ് ജാമ്യാപേക്ഷയും നൽകിയത്. സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. കൊല്ലം ജില്ലാ പോലീസ് മേധാവി 7 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. വധശ്രമമടക്കമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 6.5 വർഷമായി മരുമകൾ മർദ്ദനം തുടരുകയാണെന്ന് ഏലിയാമ്മ പറയുന്നു. വൃത്തിയില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. വീട്ടിൽ പൂട്ടിയിടുമെന്നും മകൻ ജെയ്സ്മിയെ മർദ്ദിക്കുമെന്നും ഏലിയാമ്മ പറയുന്നു. മർദ്ദനമേറ്റ് നിലത്ത് വീണാലും ചവിട്ടും. മഞ്ജുവിന്റെ മക്കൾ രണ്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണെന്നും ഏലിയാമ്മ വർഗീസ് പറഞ്ഞു. 80-കാരിയായ ഏലിയാമ്മയെ മരുമകൾ മഞ്ജുമോൾ മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കസേരയിൽ ഇരിക്കുന്ന വയോധികയോട് എഴുന്നേറ്റ് പോകാൻ മഞ്ജുമോൾ ആവശ്യപ്പെടുന്നതാണ് വീഡിയോയുടെ ആരംഭത്തിലുള്ളത്. തുടർന്ന് വയോധികയെ കസേരയിൽ നിന്ന് തള്ളിയിടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കുറച്ചു സമയത്തിന് ശേഷം വൃദ്ധ എഴുന്നേറ്റിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ ഒന്ന് സഹായിക്കണമെന്ന് വയോധിക വീഡിയോ എടുക്കുന്നയാളോട് അപേക്ഷിക്കുന്നുമുണ്ട്. തന്നെ മർദ്ദിക്കുന്നതിന് പിന്നിൽ ഒരു കാരണവുമില്ലെന്നും താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നതാണ് മരുമകളുടെ ആവശ്യമെന്നും ഏലിയാമ്മ വർഗീസ് വെളിപ്പെടുത്തി. എൻ്റെ മുഖത്തടിക്കും, പുറത്തടിക്കും, മകനെയും ഉപദ്രവിക്കും. സ്ഥിരം എന്നെ മർദ്ദിക്കാറുണ്ട്. കമ്പി കൊണ്ടടിക്കും, തലമുടി ചുറ്റിപ്പിടിച്ച് എന്നെ താഴേക്കിടും. കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്നും പറയില്ല. നിലവിളക്കുകൊണ്ട് മകനെ ഭാര്യ ഉപദ്രവിച്ചു. ഇരുമ്പ് കമ്പി കൊണ്ട് ഒരു തവണ തലക്കടിച്ചെന്നും ഓർമ്മയുള്ളതെല്ലാം പോലീസിനോട് പറഞ്ഞതായും ഏലിയാമ്മ പറഞ്ഞു. തനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് വെളിയിലിറങ്ങാനോ അടുക്കളയിൽ പോകാനോ സമ്മതിക്കില്ലെന്നും വയോധിക പറഞ്ഞു. മരുമകൾ സ്കൂളിൽ പോകുമ്പോഴാണ് താൻ വെളിയിൽ ഇറങ്ങുന്നത്. വീട്ടുജോലിക്കാരി ചോറ് മുറിയിൽ കൊണ്ടുവരും. കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരാൻ സമ്മതിക്കില്ല. കുഞ്ഞുങ്ങൾ കൂടി ചീത്തയായി പോകുമെന്നാണ് പറയുന്നതെന്നും ഏലിയാമ്മ പറഞ്ഞു. 1 വർഷം മുമ്പ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. വീടിനകത്ത് മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടും ആക്രമണമുണ്ടായി. മുടിക്ക് കുത്തിപ്പിടിച്ച് മുഖത്തിടിച്ചെന്നും നെഞ്ചിലും അടിവയറ്റിലും തൊഴിച്ചെന്നും ഷൂസ് ഇട്ട് കാലുകൊണ്ട് കൈ ചവിട്ടിയെന്നും കമ്പി കൊണ്ടുള്ള മർദ്ദനത്തിൽ കൈക്ക് പൊട്ടലുണ്ടായെന്നുമാണ് പരാതി. പഞ്ചായത്ത് അംഗത്തിന്റെ സഹായത്തോടെയാണ് 80-കാരി ഏലിയാമ്മ വർഗീസ് പോലീസിൽ പരാതി നൽകിയത്. ഇതിന് പിന്നാലെ ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു അറസ്റ്റ്. മർദ്ദനത്തിൽ അമ്മ ഏലിയാമ്മ വർഗീസിന്റെ കൈകാലുകൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ചവറയിലെ സ്വകാര്യ സ്കൂൾ അധ്യാപികയാണ് മരുമകൾ മഞ്ജുമോൾ തോമസ്. ചെറിയ കുട്ടികളുടെ മുന്നിലാണ് ഇവർ അമ്മയെ മർദ്ദിച്ചത്. 6.5 വർഷമായി മരുമകൾ മർദ്ദനം തുടരുകയാണെന്നും ഏലിയാമ്മ പറയുന്നു. വീട്ടിൽ പൂട്ടിയിടുമെന്നും മകൻ ജെയ്സ്മിയും മർദ്ദിക്കുമെന്ന് ഏലിയാമ്മ പറയുന്നു. MA-കാരിയും ഹയർ സെക്കൻഡറി അധ്യാപികയുമാണ് മഞ്ജുമോൾ. വൃദ്ധയെ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മഞ്ജു പഠിപ്പിക്കുന്ന ചവറയിലെ സ്കൂളിൽ നിന്നും അവരെ പുറത്താക്കിയിരിക്കുകയാണ്. മഞ്ജുവിന്റെ ഭർത്താവ് മെഡിക്കൽ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഇയാൾ. ഇരുവരുടെയും 2ാം വിവാഹവുമായിരുന്നു.